ഐക്യരാഷ്ട്രസഭയിൽ യുക്രൈനിനെ പിന്തുണച്ച് നടന്ന വോട്ടെടുപ്പിൽ ഇന്ത്യ വിട്ടുനിന്നു. ഇന്ത്യയുടെ നിലപാട് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് റഷ്യ അമേരിക്കയെ പിടിച്ചുകുലുക്കിയ സന്ദർഭത്തിൽ. യുക്രൈനും അതിന്റെ യൂറോപ്യൻ സഖ്യകക്ഷികളും ഐക്യരാഷ്ട്രസഭയിൽ കൊണ്ടുവന്ന പ്രമേയം വിജയിച്ചുവെന്നാണ് റിപ്പോർട്ട്. യുക്രൈനിൽ സമഗ്രവും നീതിയുക്തവും ശാശ്വതവുമായ സമാധാനം പ്രോത്സാഹിപ്പിക്കുക എന്ന തലക്കെട്ടിലുള്ള ഒരു കരട് പ്രമേയം UN പൊതുസഭയിൽ അവതരിപ്പിച്ചു. എന്നാൽ ഈ പ്രമേയത്തെ ഇന്ത്യ ബഹിഷ്കരിച്ചുവെന്നാണ് റിപ്പോർട്ട്. പ്രമേയത്തിൽ യുക്രൈന്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നതും യുക്രൈന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നു. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളിൽ യുക്രൈനെ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത പോലുള്ള വശങ്ങൾ പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അടുത്തിടെ ഫോണിൽ സംസാരിച്ചു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ ഉടൻ ആരംഭിക്കാൻ ഇരുവരും സമ്മതിക്കുകയും ചെയ്തു. ചർച്ചയിൽ യുക്രൈൻ ഇല്ലാതെയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയും അമേരിക്കയും തീരുമാനമെടുക്കുന്നത്. ട്രംപിന്റെ ഈ സംരംഭം മുഴുവൻ യൂറോപ്യൻ ഭൂഖണ്ഡത്തെയും പിടിച്ചുകുലുക്കി. കാരണം ചർച്ചകളിൽ യുക്രൈൻ ഉൾപ്പെട്ടിരുന്നില്ല. യൂറോപ്യൻ രാജ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നില്ല. ഇതിനെ തുടർന്ന് യുക്രൈനെ സംരക്ഷിക്കുന്നതിനായി യുക്രൈനും അതിന്റെ യൂറോപ്യൻ സഖ്യകക്ഷികളും സംയുക്തമായി കൊണ്ടുവന്ന ഒരു പ്രമേയം UN-ൽ വിജയിച്ചു. യുക്രൈനും യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന് തയ്യാറാക്കിയ പ്രമേയത്തിന് അനുകൂലമായി 93 വോട്ടുകളും എതിർത്ത് 18 വോട്ടുകളും ലഭിച്ചപ്പോൾ 65 പേർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഇന്ത്യയുടെ നിലപാടാണ് അമ്പരപ്പിച്ചത്. ഇന്ത്യയുടെ നിലപാട് പല രാജ്യങ്ങളെയും ഞെട്ടിച്ചിരിക്കുന്നു. ഈ വിഷയത്തിൽ റഷ്യയും അമേരിക്കയും ഒരേ പക്ഷത്താണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയും അവർ സ്വീകരിച്ച അതേ നിലപാട് സ്വീകരിക്കുമായിരുന്നു. ഇത്രയും കാലം ഇന്ത്യ റഷ്യയുടെ പക്ഷം ചേർന്നാൽ അമേരിക്കയ്ക്ക് ദേഷ്യം വന്നാലോ? ഇന്ത്യ അമേരിക്കയുടെ പക്ഷം ചേർന്നാൽ റഷ്യയ്ക്കും ദേഷ്യം വരുമെന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങനെയല്ല. കാരണം ഇരു രാജ്യങ്ങളും ഇപ്പോൾ ഒരേ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഇതിൽ ഇന്ത്യ യുക്രൈനെതിരെ നിലപാട് സ്വീകരിച്ചാലും റഷ്യ അത് അംഗീകരിക്കും, അമേരിക്കയും അത് അംഗീകരിക്കും. എന്നിരുന്നാലും ചൊവ്വാഴ്ച ഐക്യരാഷ്ട്രസഭയിൽ യുക്രൈനിനെ പിന്തുണച്ചുള്ള വോട്ടെടുപ്പിൽ ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യയുടെ നിലപാട് ലോകത്തെ ആകമാനം ഞെട്ടിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് റഷ്യ അമേരിക്കയെ പിടിച്ചുകുലുക്കിയ ഈ സാഹചര്യത്തിൽ. ഇതിനുള്ള കാരണം ഈ പ്രമേയം കൊണ്ടുവന്നത് യുക്രൈനും യൂറോപ്പും ആണെന്നുള്ളതാണ്. യുക്രൈനിനെ വെറുക്കുന്നത് ഇന്ത്യക്ക് വലിയ പ്രശ്നമേയല്ല. പക്ഷേ ഇന്ത്യക്ക് യൂറോപ്യൻ രാജ്യങ്ങളെ എതിർക്കാൻ ഒരിക്കലും കഴിയില്ല. ഇന്ത്യ എപ്പോഴും ഒരു ചേരിചേരാ രാജ്യമായിരുന്നു. അമേരിക്ക ഏത് പക്ഷത്തായാലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ റഷ്യ ഏത് പക്ഷത്തായാലും, ഒരു ലോകമഹായുദ്ധത്തിൽ അമേരിക്കയും റഷ്യയും ഒരു പക്ഷത്തായിരുന്നാലും ഇന്ത്യ ഒരു ചേരിചേരാ രാജ്യമായി തന്നെ തുടരും.